ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം ഏകദിനത്തിൽ അങ്ങനെ ഇന്ത്യ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. ആദ്യ ഏകദിന മത്സരത്തിൽ തന്നെ എനിക്ക് കൃത്യമായി അറിയായിരുന്നു. കാരണം ആദ്യ ഏകദിന മത്സരം തന്നെ ഇന്ത്യ ജയിച്ചത് എങ്ങനെയെങ്കിലും മുക്കി മൂളിയാണ് ജയിച്ചത്. എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു ന്യൂസിലാൻഡിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് തന്നെയായിരിക്കും കപ്പെടുക്കാൻ പോകുന്നത്. കാരണം ഇന്ത്യക്ക് ഒരു രീതിയിലുള്ള ഡോമിനൻസും മാച്ചിൽ കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. ഈവൻ ബാറ്റിങ്ങിലാണെങ്കിലും ശരി, ബൗളിങ്ങിലാണെങ്കിലും ശരി. ഇന്നത്തെ ഇന്ത്യയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആകെ എടുത്ത് പറയാനുള്ളത് KL രാഹുലിൻ്റെയും അതോടൊപ്പം തന്നെ ഗില്ലിൻ്റെയും പെർഫോമൻസ് മാത്രമാണ്. KL രാഹുൽ സെഞ്ചുറി എടുത്തു, പക്ഷേ സ്റ്റിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് കളിക്കാനായിട്ട് ഒരു പ്ലെയർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഓരോ ടൈമിലും ന്യൂസിലാൻഡ് ആൾക്കാർ വിക്കറ്റ് എടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ചിപ്പുറത്തേക്ക് വന്നാൽ ഡോമിനേറ്റിങ്ങിൻ്റെ വേറെ എക്സ്ട്രീം ലെവലിലേക്ക് യങ്ങും നമ്മുടെ മിച്ചലിൻ്റെയും പാർട്ണർഷിപ്പ് 150+ പാർട്ണർഷിപ്പ് കൊണ്ട്, 3-ാം വിക്കറ്റിൻ്റെ പാർട്ണർഷിപ്പ് കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള വിജയമാണ് ന്യൂസിലാൻഡ് നേടിയിരിക്കുന്നത്. 131 റൺസാണ് അടിച്ചു കൂട്ടിയത്. മിച്ചൽ അടിച്ചു